ഇന്ന് നമുക്കേ പെട്ടെന്നൊരു ഗ്രീൻ പീസ് മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാട്ടോ. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഈ റെസിപ്പി ഉണ്ടല്ലോ നല്ല ചൂടോടുകൂടെ കഴിക്കാനാട്ടോ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ രസമൊന്നുമില്ല. അപ്പോൾ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇതേ നമ്മുടെ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടി നോക്കിയിട്ട് ചേർക്കണം. നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറി കഴിയണ വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഗ്രീൻ പീസ് തലേദിവസം വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണി പെട്ടെന്ന് തീരും കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീൻ പീസ് അധികമുള്ള കാരണം 3 മുട്ട എടുത്തേക്കണം. കുറച്ച് വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മുട്ട തന്നെ ധാരാളമാവും. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. നമ്മൾ ഉപ്പ് നേരത്തെ പല സ്റ്റേജായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് ആ മുട്ടയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഈ ഗ്രീൻ പീസായിട്ട് മുട്ട അങ്ങനെ കൂടിക്കലരുമ്പോൾ ആകെ കുഴഞ്ഞ് മറിഞ്ഞ പോലെ നമുക്ക് കിട്ടുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് മുട്ടയൊക്കെ വെന്ത് വരുമ്പോൾ ശരിക്കും അതിങ്ങനെ തോരൻ പോലെ വേറിട്ട് കിടക്കും. ഇനി ലാസ്റ്റ് വേണമെങ്കിൽ മല്ലിയില നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇത്തിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് മുട്ടത്തോരൻ പെട്ടെന്ന് റെഡി ആയില്ലേ. മുട്ട ചേർത്ത കാരണം കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്